കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഹാൽദ്വാനിൽ പ്രസംഗിക്കുകയുണ്ടായി. അതൊരു രാഷ്ട്രീയ മീറ്റിംഗ് ആയിരുന്നു. അവിടെ ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും ജാതിയെയോ ഏതെങ്കിലും വിഭാഗത്തെയോ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം സംഘപരിവാർ സംഘടനകൾ ആ സ്ഥലത്ത് ശുദ്ധി വരുത്തുകയും അതിനുവേണ്ടി പ്രത്യേക പൂജകൾ നടത്തുകയും അതോടൊപ്പം തന്നെ അവിടെ അടിച്ചു വൃത്തിയാക്കി ശുദ്ധജലം തളിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ രാജ്യത്താകെ ലജ്ജിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന് ആകമാനം അപമാനകരമായ ലജ്ജാകരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മാത്രമല്ല രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ദീർഘകാലം കർണാടക നിയമസഭയിൽ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തി, ഇത്രയൊക്കെ സീനിയറായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്തരത്തിൽ BJP സ്പോൺസർ ചെയ്യുന്ന RSS സ്പോൺസർ ചെയ്യുന്ന സംഘപരിവാർ സംഘടനപ്പെട്ട രാമസേനയും അതുപോലെയുള്ള സംഘടനകൾ അവിടെ നടത്തിയ ആ നടപടി രാജ്യം മൊത്തം അപലപിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത്, BJP ദേശീയ നേതൃത്വം അഴകുഴമ്പൻ മറുപടിയുമായി പറഞ്ഞൊഴിയുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. നമ്മുടെ രാജ്യത്ത് BJPയും സംഘപരിവാർ സംഘടനകളും ഇപ്പോഴും ജാതീയമായ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ഐക്യവും ഉൾപ്പെടെ ആ പഴയ ചാതുർവർണ്ണയം അതിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗ സ്ഥലത്ത് അവർ നടത്തിയ ശുദ്ധീകരണം. ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഈ പ്രവൃത്തി സംഘപരിവാറിന്റെ മുഖമുദ്രയാണ്. ദളിത് വിഭാഗങ്ങളോടുള്ള അവരുടെ സമീപനത്തിന്റെ, ദളിത് നേതാക്കന്മാരോടും ആ ജനവിഭാഗത്തിൽപ്പെട്ടവരോടും അവരുടെ സമീപനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിൽ നടന്നത്.